ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ നോട്ട്സ് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഫോർ യുവർ അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അപ് ടു ഡേറ്റ് ആണ്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. നമുക്കറിയാം, അതൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു തന്നെയാണ്. 4 അക്കൗണ്ട് ടൈപ്പിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ്. ഒന്നുകൂടി ബ്രീഫായിട്ട് പറയുകയാണ്. സേവിങ് ഡെപ്പോസിറ്റ് നമ്മൾ സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടാണ്. നമ്മൾ സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബിസിനസ്മാനൊക്കെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. ബിസിനസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ് കറണ്ട് അക്കൗണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ രണ്ടും പറഞ്ഞില്ല, സേവിങ്ങും കറണ്ടും കഴിഞ്ഞു. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് കാലത്തേക്ക് ഇടണു. ഓക്കെ, അതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എമൗണ്ട് ആ പീരീഡിന് മുമ്പ് നമുക്ക് സാധാരണ മെച്യൂരിറ്റി പീരീഡ് എടുക്കുന്നതിനാണ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ് ഫിക്സ് ചെയ്യുമ്പോൾ അതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 5 ഇയേഴ്സിന് 10 ഇയേഴ്സിന് 15 ഇയേഴ്സിന് എത്രയോ ഇയേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പീരീഡ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എമൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ, ആ പറയുന്ന നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞ റേറ്റിന്. പക്ഷെ നമുക്ക് എപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ട് വല്ല ആവശ്യം വന്നെങ്കിൽ എടുക്കാം. പക്ഷെ അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. ഇനിയുള്ളതാണ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ എനിക്ക് 1,00,000 രൂപ 10 വർഷത്തേക്ക് ഇടാൻ ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കൂ. പക്ഷേ എൻ്റെ കയ്യിൽ അങ്ങനെ 1,00,000 രൂപ കൃത്യമായിട്ടില്ല. എന്നാൽ എനിക്ക് മാസം സാലറി കിട്ടുമ്പോൾ ഞാൻ 1,000 രൂപ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡെപ്പോസിറ്റിനാണ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. അതായത് ഒരു റെഗുലർ സേവിങ് ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഡെപ്പോസിറ്റർക്ക് ക്യാൻ റെമിറ്റ് എ ഫിക്സഡ് എമൗണ്ട് എവറി മന്ത് ഫോർ എ സ്പെസിഫിക് പീരീഡ്. അതായത് ആ സ്പെസിഫിക് പീരീഡിന് എല്ലാ മാസം നിങ്ങൾക്കറിയാം, പോസ്റ്റ് ഓഫീസിൽ RDക്ക് വരുന്ന ചേച്ചിമാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ ബാങ്കിലും നമുക്ക് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് തുടങ്ങാം. ഓരോ മാസം ഇത്ര രൂപ ബാങ്കിലിടുക. ഓക്കെ, അതായത് നമ്മൾ ഡെപ്പോസിറ്റർക്ക് ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റർക്ക് അടച്ച എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏകദേശം ഫിക്സഡ് ഡെപ്പോസിറ്റിന് അത്ര തന്നെ വരിക. അതിനാണ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ഡെപ്പോസിറ്റിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടി. സേവിങ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അതാണ് സേവിങ് ഡെപ്പോസിറ്റ് എന്നാണ്. സാധാരണ എല്ലാവരും ഓപ്പൺ ചെയ്യുക സേവിങ്സ് അക്കൗണ്ടാണ്. അതിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അതിൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്തൊരു അക്കൗണ്ടാണ്. ബിസിനസ് എന്നും ഒരു ദിവസം 10 പ്രാവശ്യം ബാങ്കിൽ പോകുമ്പോൾ അവർക്ക് കാശ് എടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമ്പർ ഓഫ് എൻട്രി വിഡ്രോവലിനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിനും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. ഒരു ദിവസം തന്നെ ഇത്ര ട്രാൻസാക്ഷൻ കഴിഞ്ഞ് സ്റ്റോപ്പ് അങ്ങനെയൊന്നും പറയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഇട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് കാശ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് വെച്ചാൽ നമ്മൾ മാസം ഇത്തിരി കാശ് ഇടണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുകന്യ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസൊക്കെ ചെയ്തിട്ടുണ്ടാവും പോസ്റ്റ് ഓഫീസിൽ. നമുക്ക് മാസം ഇത്ര രൂപ ഇടുക. ഓക്കെ, ഇനി ഇങ്ങനെ റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് എന്തിനാ? നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത് വിചാരിക്കാം, ഈ മാസം കുറച്ച് കാശ് എല്ലാ മാസവും നമ്മൾ എന്തോരം ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം. ഒരു മാസം ഒരു 500 രൂപ ഒക്കെ എടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ വെച്ചാലോ, മകളെ കല്യാണത്തിനോ പഠിക്കാനോ അല്ലെങ്കിൽ മകൻ്റെ പഠിപ്പിനോ അല്ലെങ്കിൽ നമുക്ക് അസുഖം വരുമ്പോൾ എന്തെങ്കിലും മൾട്ടി പർപ്പസ് ഉണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ സേവിങ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി ഹൈ തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അടച്ചതിൻ്റെ ഡെപ്പോസിറ്റിന് മേലെ നമുക്ക് ലോൺ വേണമെങ്കിൽ കിട്ടും. ഇതിന് ഓപ്പൺ ചെയ്യാനുള്ള ഇതൊക്കെ പേജ് നമ്പർ 896 കേട്ടോ നിങ്ങളുടെ നമുക്ക് എന്തിനാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? നമ്മൾ സിമിലർ പ്രൊസീജിയർ സേവിങ് അക്കൗണ്ട് എന്തോ ഓപ്പൺ ചെയ്യണം, ആ എല്ലാ ഡോക്യുമെൻറ്റ്സും എന്തുണ്ടായിരിക്കും ഈ റെക്കറൻറ്റ് ഡെപ്പോസിറ്റിന് വേണം. ഇതാണ് നിങ്ങൾ റെക്കറൻറ്റ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നത്. ബ്രീഫായിട്ട് പറഞ്ഞ് മനസ്സിലായില്ലേ? ഇതാണ് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഫീച്ചേഴ്സ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെപ്പോസിറ്റ് ടേംസ്, റേറ്റ്, വിഡ്രോവൽ ഓൺ മെച്യൂരിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുക. സീനിയർ സിറ്റിസന് റെക്കറൻറ്റ് ഡെപ്പോസിറ്റ്, NRIക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. നമുക്ക് അതായത് ഇൻഡിവിജ്വലിന് ഫ്ലെക്സ് എമൗണ്ട്, അതായത് കൺവീനിയൻസ് ഇന്ന ഫിക്സഡ് എമൗണ്ട് അല്ലാതെ ഡിസൈഡഡ് എമൗണ്ട് അല്ലാതെ എമൗണ്ട് മൾട്ടിപ്പിൾ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെസ്റ്റർക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം.
ഓക്കെ, അങ്ങനെയുള്ളതാണ് ഉണ്ടാവുന്നത്. റിന്യൂവൽ ചെയ്യാം, വീണ്ടും റിന്യൂവൽ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാം. ആർഡി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ഗോൾസ് മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടികളുടെയൊക്കെ എക്സ്പെൻസ്, എഡ്യൂക്കേഷൻ, റിനോവേഷൻ, വെക്കേഷൻ എക്സ്പെൻസ്, ഇൻക്ലൂഡിങ് മാരേജസ്, സേവിങ്സ്, ഇപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റിന് പ്രത്യേകത. എല്ലാ ബാങ്കുകളും റെക്കറിംഗ് ഡെപ്പോസിറ്റ് സിസ്റ്റം ഉണ്ട്. ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. NRI അക്കൗണ്ട് എന്ന് പറയുന്നത് വിദേശത്തുള്ള ഇന്ത്യയിലത്തെ വ്യക്തിക്ക് വിദേശത്ത്, അതായത് ഇന്ത്യ ലിവിങ് ആൻഡ് വേൾഡ് ഫോറിൻ കൺട്രിയിൽ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരാണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. NRI അക്കൗണ്ട് ആൾക്കാർ, അപ്പോൾ ഒരാൾ ഗൾഫിൽ പോകണു, അല്ലെങ്കിൽ ഗൾഫിൽ പോകണു, അങ്ങനത്തെ, അപ്പോൾ അവിടെ എന്തുണ്ടാവുക, അങ്ങനത്തെ ഒരു അക്കൗണ്ടാണ്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിദേശത്തുള്ള ഒരാൾ എങ്ങനെ ഇന്ത്യൻ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുക, അതിനെക്കുറിച്ച് പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 4 അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത്, ബ്രോഡായിട്ട് പറയണത് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഫോർ ഇന്ത്യൻ നാഷണൽ എബ്രോഡ് എന്ന് പറയുന്നത് റുപ്പി അക്കൗണ്ട് ഉണ്ട്, ഫോറിൻ കറൻസിയിലുണ്ട്. അതായത് റുപ്പിയിൽ നമ്മൾ റുപ്പിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഫോറിൻ കറൻസിയിലും ഉണ്ട്. ഓക്കെ, ഇതിൽ 3 ടൈപ്പ് പ്രൊഡക്റ്റ് മാത്രമാണ്, ശ്രദ്ധിക്കുക. 3 ടൈപ്പ് പ്രൊഡക്റ്റ് മാത്രമേ ഇന്ന് അവൈലബിൾ ഉള്ളൂ. 3 ടൈപ്പ് പ്രൊഡക്റ്റിനല്ലാതെ വേറൊരു ടൈപ്പ് പ്രൊഡക്റ്റും ഇന്ന് അവൈലബിൾ ഇല്ല. അതായത് നിങ്ങളുടെ പേജ് നമ്പർ 96 NRI അക്കൗണ്ടും NRO അക്കൗണ്ടാണ്. ഈ നോൺ റെസിഡൻറ്റ് റുപ്പി അക്കൗണ്ട് NR അക്കൗണ്ട് ഇല്ല, NRO അക്കൗണ്ട്, ഓർഡിനറി നോൺ റെസിഡൻറ്റ് റുപ്പി അക്കൗണ്ട്, അതിനാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. NRO അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ഉണ്ട്. NRI അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ 2 അക്കൗണ്ട് മാത്രമാണ് ഇന്ത്യൻ റുപ്പിയിൽ വരുന്ന അക്കൗണ്ട് ഉള്ളൂ. പിന്നുള്ളത് FCNR ആണ്. അത് FCNR ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട്, FCNR അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ 3 അക്കൗണ്ട് ഉള്ളൂ. NR അക്കൗണ്ട് ഇപ്പോൾ ഇല്ല. അതായത് 2020 FEM ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഈ NR അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, പക്ഷേ NR എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇപ്പോൾ ഇല്ല. ആകെ 3 അക്കൗണ്ട് മാത്രമാണ് NRIക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ ഓഫർ ചെയ്യണുള്ളൂ. ഒന്ന് NRO അക്കൗണ്ട്, ഒന്ന് NRI അക്കൗണ്ടാണ് ഇന്ത്യൻ റുപ്പിയിൽ വരുന്നത്. എന്താണ് NRO അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ഇന്ത്യയിൽ, ഞാൻ ഇന്ത്യയിലായിരുന്നു, ഞാൻ ഗൾഫിൽ പോയി. അപ്പോൾ ഗൾഫിൽ പോയപ്പോൾ എനിക്ക് വല്ല റെൻറ്റോ ഡിവിഡൻറ്റോ എൻ്റെ മന്ത്ലി എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് വരേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ആ കാശ് ആർക്ക് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം എൻ്റെ അക്കൗണ്ടിലേക്ക്. അങ്ങനത്തെ അക്കൗണ്ടിലാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, NRO അക്കൗണ്ട് എന്ന് പറയുന്നത് ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. NRO അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, NRO അക്കൗണ്ടിൽ ചെയ്യുന്നത് എന്താണ്, അത് ഒരു പ്രത്യേക ഫോം ഓഫ് ട്രെയിനാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് NRI അക്കൗണ്ടിൽ NRI അക്കൗണ്ട് എന്താണെന്നാണ്. ആദ്യം NRI അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ, നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ ഒരു NRI അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, NRIs ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. അയാൾക്ക് എന്താ പറയുക, ഇന്ത്യൻ റുപ്പിയിലാണ് ആ എമൗണ്ട് ഹെൽഡ് ചെയ്യണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി, അപ്പോൾ എന്നെ ആശ്രയിക്കുന്ന പാരൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാശ് ഇന്ത്യയിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ NRI അക്കൗണ്ടിൽ എമൗണ്ട് ഇടും. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അത് ഇന്ത്യൻ റുപ്പിയിൽ ഇവർക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാണെന്ന് പറയുന്നത് NRI അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഷീ റെമിറ്റ്, ഇതിൽ എക്സാമ്പിൾ പറഞ്ഞു കേൾക്കില്ല, ഹെർ മദർ ഹീസ് എ ഡിപ്പെൻഡൻ്റ് സ്റ്റേ മുംബൈ ആണ്. ഷീ റെമിറ്റ്സ് എവറി മന്തിൽ ഇൻ ഹെർ NRI അക്കൗണ്ടിൽ അമ്മയുടെ പേരിൽ മദറിന് വേണ്ടിയിട്ട് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അക്കൗണ്ട് ഇൻ ഇന്ത്യൻ കറൻസിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. NRI അക്കൗണ്ടിൽ അവിടെ ഇന്ത്യൻ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, NRI അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വിദേശത്ത് നിന്ന് ഇന്ത്യൻ കറൻസിയിലേക്ക്, ഇപ്പം ഞാൻ എനിക്കിപ്പോൾ ദുബായി പോയി, എനിക്ക് ഒരു 5000 ദിർഹം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യും, ആ എമൗണ്ട് എവിടേക്ക് ചെയ്യും, ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്തിട്ട് ഈ ബാങ്കിലിടും. അപ്പോൾ അത്രയും എമൗണ്ട് ആർക്ക് കിട്ടും, നാട്ടിലത്തെ ആൾക്കാർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് NRI അക്കൗണ്ട് ഓപ്പറേഷൻസ്. ഈ NRO അക്കൗണ്ട് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്
നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്ഥല വാടകയോ റെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശിടുക, അതാണ് NRO അക്കൗണ്ട് എന്ന് പറയണത്. ഓക്കെ, അതിനാണ് NRO അക്കൗണ്ട് എന്ന് പറയുന്നത്. NRA നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. US താമസിക്കുന്ന ഒരാൾ, മുംബൈയിൽ അയാൾക്ക് റെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ആ റെൻ്റ് കൊടുത്ത അയാൾ എവരി മന്ത് NRO അക്കൗണ്ടിലേക്ക് എമൗണ്ട് പീരിയോഡിക്കായി ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് രണ്ടുമാണ് NRA അക്കൗണ്ടും NRA അക്കൗണ്ടും തമ്മിൽ വ്യത്യാസം. ഈ FCNR അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റെസിഡൻ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആളോ നോൺ റെസിഡൻറ്റ് ഇന്ത്യ ആളോ അതേ റെസിഡൻസ് കറൻസി എവിടെയോ താമസിക്കുന്ന ആ കറൻസിയിൽ അയാളെ അക്കൗണ്ടിലിടണം. ഓക്കെ, അതിനാണ് FCNR അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും, അതായത് നമ്മളിപ്പോൾ യൂറോയിലാണെങ്കിലും ജപ്പാനോ അല്ലെങ്കിൽ ഏത് കറൻസിയാണോ നമ്മൾ ആ കറൻസി എമൗണ്ട് ആ കറൻസിയിൽ അയാൾ ബാങ്കിലിടണം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മാസവും ഇടാൻ പറ്റില്ല. മീൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് എടുക്കാൻ പറ്റില്ല. റെക്കറിങ് ഡെപ്പോസിറ്റ് പോലെ അല്ല എവരി മന്ത് ഇത്ര രൂപ ഇടുന്നതല്ല, ഒരു ഫിക്സഡ് പോലെയാണ് ഇടുക എന്നുള്ളതാണ് ഞാൻ ബാങ്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ കൺഫേം ചെയ്ത് പറഞ്ഞത്. അപ്പോൾ FCNR അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മെച്യൂരിറ്റി പീരീഡ് വരും. ആ മെച്യൂരിറ്റി പീരീഡ് വരുന്നിട്ട് കഴിഞ്ഞാൽ എമൗണ്ട് അയാൾക്ക് തിരിച്ചെടുക്കാം ആ സെയിം കറൻസിൽ തന്നെ, അല്ലെങ്കിൽ അയാൾക്ക് അന്നത്തെ അനുസരിച്ചിട്ട് കാര്യങ്ങൾ എന്താണെങ്കിലും ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ 3 അക്കൗണ്ടിൽ നമ്മൾ ഡിഫറൻസ് പറയുകയാണെങ്കിൽ NRO വെച്ചാൽ 2 ഇന്ത്യൻ കറൻസി റുപ്പീസാണ്. NRO എന്ന് പറയുന്നത് എന്താ പറയുക, ഈ സെയിം സിറ്റുവേഷൻ ടാക്സബിളാണ്, എല്ലാ കാര്യങ്ങളും പറയണു. ഇതിലെ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ NRO അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞത്. NRO, NRA ആൻഡ് FCNR. ഓക്കെ.